കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് ബി.ജെ.പി. പൊറുതി മുട്ടിയിരിക്കുകയാണ്. കാരണം രാജ്യത്ത് ബി.ജെ.പിക്ക് നിരവധി എം.പിമാരുണ്ട്. എന്നാൽ ഇവരാരും പാർട്ടിക്ക് ബാധ്യതയാകുന്നില്ല എന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. എന്റെ വിലയിരുത്തലല്ല. പക്ഷേ തൃശൂർ എം.പി. സുരേഷ് ഗോപി പാർട്ടിക്ക് വലിയ ബാധ്യതയാവുകയാണ്. കാരണം രാഷ്ട്രീയത്തിന്റെ ABCD സുരേഷ് ഗോപിക്ക് അറിയില്ല. അദ്ദേഹം നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബി.ജെ.പിയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നൊരു വേറെ യാഥാർത്ഥ്യം. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചു, അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതിനുശേഷം സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങൾ ബി.ജെ.പിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരെല്ലാം സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനത്തിൽ അസ്വസ്ഥരാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി സുരേഷ് ഗോപിയെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തുലാസിലായിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടി കാക്കുമെന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം പറയുന്നത്. അതിനുശേഷം സുരേഷ് ഗോപിയെ സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP ഈ സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSS നേതൃത്വത്തിന്റെ കൂടി പിന്തുണ ഇതിനുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു കലുങ്ക് ചർച്ച നടത്തുകയാണ്. വലിയ കോമഡിയാണ് ഈ കലുങ്ക് ചർച്ച. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളെയൊക്കെ അവിടേക്ക് വരുമ്പോൾ പണ്ടത്തെ രാജഭരണത്തെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ സുരേഷ് ഗോപി ആട്ടി ഓടിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ, രാജ്യത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് തനിക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് സുരേഷ് ഗോപി മറക്കുകയാണ്. സുരേഷ് ഗോപി ഇപ്പോഴും ആ കമ്മീഷണർ സിനിമയിലെ ഭരചന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം അതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. മിസ്റ്റർ സുരേഷ് ഗോപി, വെള്ളിത്തിരയിലെ താങ്കളുടെ പ്രകടനം കണ്ട് തിയേറ്ററുകൾ ആളുകൾ കൈയടിച്ചിട്ടുണ്ടാവും. പക്ഷേ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും താങ്കളുടെ കോമാളിത്തം കണ്ട് കൈയടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ, ഉത്തരേന്ത്യക്കാരല്ല, ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലെയും ബി.ജെ.പി. നേതാക്കന്മാർ ചെയ്യുന്ന വിവരക്കേടിന് അവിടെയുള്ള ബി.ജെ.പി. അണികൾ, സംഘപരിവാറുകാർ കൈയടിക്കുന്നുണ്ടാകും. പക്ഷേ കേരളത്തിലുള്ള ആളുകൾ കൈയടിക്കില്ല, ബി.ജെ.പിക്കാർ പോലും കൈയടിക്കില്ല എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം താങ്കളുടെ ഈ പ്രവൃത്തിയിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പോലും അസ്വസ്ഥരാണ്. കാരണം സുരേഷ് ഗോപി എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്തൊരവസ്ഥ. കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമാളിയായി സുരേഷ് ഗോപി അധപ്പതിച്ചിരിക്കുന്നു. ഭരചന്ദ്രൻ സിനിമ കണ്ട് കൈയടിച്ച താര ആരാധകർ പോലും ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണുമ്പോൾ പുച്ഛിച്ച് ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു കോമാളിയായി താങ്കൾ മാറിയിട്ടുണ്ട്. ഈ കലുങ്ക് ചർച്ച കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായതായി അറിയുന്നുണ്ടോ? താങ്കൾ വലിയ വായിൽ പറയുന്നത് കേട്ടു, എയിംസ് ഇവിടെ നിർമ്മിക്കാൻ അനുവാദം നൽകിയില്ലെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമെന്ന്. ഇത് സുരേഷ് ഗോപിയുടെ തറവാട്ടിൽ നിന്ന് എടുക്കുന്ന പണം കൊണ്ടല്ല എയിംസ് നിർമ്മിക്കുന്നത്. എയിംസിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. താങ്കൾ പറയുന്ന സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണമെങ്കിൽ താങ്കളുടെ കുടുംബവും തറവാടും വിറ്റ പണം കൊണ്ട് എയിംസ് സ്ഥാപിക്കണം. അല്ലാത്ത പക്ഷം അത് നടക്കില്ല. സുരേഷ് ഗോപി, താങ്കൾക്ക് ഇപ്പോഴും ഇത് ജനാധിപത്യമാണെന്ന ബോധ്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ ആ ബോധ്യം ഉണ്ടാകണം. കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം കോമാളിയായ തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അവർ തിരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തൃശ്ശൂരിനെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഒരു കോമാളി വേഷം കെട്ടിക്കുന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്ന് മാറ്റുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.